മോർണിംഗ് ഓൾ. ഓക്കെ, എല്ലാവരും നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ചാപ്റ്റർ നമ്പർ 4 ആണ് ഡിസ്കസ് ചെയ്തത്. ചാപ്റ്റർ നമ്പർ 4 എന്ന് പറയുന്നത് എന്താണ്? കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ആൻഡ് അസോസിയേഷൻസ് ആണല്ലേ. ഇവിടെ നമ്മൾ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിൽ നമ്മൾ ഏതൊക്കെ പഠിച്ചത്? ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി വാസ് കോർപ്പറേഷന്, അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ഫോം ടു കോപ്പറേഷൻ തമ്മിലുള്ള സിമിലാരിറ്റീസ്, ദെൻ ട്രേഡ് യൂണിയനും കോപ്പറേഷൻ തമ്മിൽ ഒരു സിമ്പിൾ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാത്തവർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി ചാപ്റ്റർ നമ്പർ 5. ചാപ്റ്റർ നമ്പർ 5 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോപ്പറേഷൻ എവല്യൂട്ട് ചെയ്തതിന് ശേഷം ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കോപ്പറേറ്റീവ് സെക്ടേഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി നിയമപരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, എന്താണ് കോപ്പറേറ്റീവ് ട്രെയിനിങ്. ഓക്കെ, അതിൽ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. അക്കോർഡിംഗ് ടു ആഡീസൺ പറയുന്ന ഡെഫിനിഷനുണ്ട്, എ ഹ്യൂമൻ സോൾ വിത്തൗട്ട് എഡ്യൂക്കേഷൻ ഈസ് ലൈക്ക് മാർബിൾ ഇൻ ദി ക്വാറി വിച്ച് ഷോ നൺ ഓഫ് ഇറ്റ്സ് ഇൻഹറൻറ്റ് ബ്യൂട്ടീസ് ടിൽ ദി സ്കിൽ ഓഫ് ദി പോളിഷർ ഫെച്ചസ് ഔട്ട് ദി കളേഴ്സ്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, അതായത് നമ്മളുടെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ്? ലൈക്ക് എ മാർബിൾ ഇൻ ദി ക്വാറി, അതായത് ഒരു ക്വാറിയിലുള്ള മാർബിളിനെ പോലെയാണ്. അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? അത് പോളിഷ് ചെയ്യുന്ന ആളുടെ കയ്യിലാണെന്നുള്ളതാണ്. അതോടെ തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ മാറ്റങ്ങൾ വരും, കളർഫുൾ ആവും. ഓക്കെ, അപ്പോൾ അതിനെ മോൾഡ് ചെയ്യുന്നത് തന്നെയാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്നാണ് നമുക്ക് ആഡിസൺ പറയുന്ന ഡെഫിനേഷൻ കേട്ടോ. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്, ദ പ്രോസസ് ഓഫ് ഇമ്പാർട്ടിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ടു പീപ്പിൾ മേ ബി ടേംഡ് ആസ് ദി പ്രോസസ് ഓഫ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. പ്രോപ്പറായിട്ട് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോപ്പറേറ്റീവ് സെക്ടേഴ്സ് ഇത്രത്തോളം ബൂമാവാനൊക്കെ ഉള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇതിൽ വന്ന ഒരുപാട് മാറ്റങ്ങളാണ്, ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നിയമങ്ങളാണ്. ഓക്കെ, അപ്പോൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് കേട്ടോ. നമ്മളെ അടുത്ത് തന്നെ കോപ്പറേറ്റീവ് ഡിപ്ലോമ ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് അനലൈസ് ചെയ്യാനുള്ളതും എന്താണ്? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ട്രെയിനിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നതാണ്, ഇറ്റ് ഈസ് എ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ഫാക്ട് ദാറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, അതായത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് യൂണിവേഴ്സലി ആക്സെപ്റ്റ് ചെയ്ത് തന്നെയാണ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. അതും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. ഇറ്റ് ആർ കോർ റിലേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വിത്തൗട്ട് വൺ അനദർ കനോട്ട് ബി പോസിബിൾ. ഒരിക്കലും എഡ്യൂക്കേഷൻ ഇല്ലാണ്ട് ട്രെയിനിങ് കൊടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ട്രെയിനിങ് മാത്രമായിട്ട് ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കോർ റിലേറ്റഡ് ആണ്. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻസ്. ഇറ്റ് എവൻച്വലി ഡിപ്പെൻഡിങ് ഓൺ ജനറൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് മെമ്പേഴ്സ്. അപ്പോൾ ബേസിക്കലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ജനറൽ എഡ്യൂക്കേഷനാണ്. ഇതിലെ മെമ്പേഴ്സിന് ഒരു ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കുക, അവരുടെ വേ ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യുക, വേ ഓഫ് ഡൂയിങ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ദെൻ എസെൻഷ്യലി ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദി പ്രോപ്പർ ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി. ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെയും ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കോപ്പറേറ്റീവ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടൻസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്, ദെൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. മീനിങ് നിങ്ങൾക്ക് സിമ്പിൾ മീനിങ് ആണ് ഞാൻ തന്നിട്ടുള്ളത്. നോട്ട്സൊക്കെ ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അയച്ചു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് കേട്ടിരിക്കുക. കേൾക്കുന്നതോടൊപ്പം തന്നെ സ്മോൾ പീസ് ഓഫ് പേപ്പറിൽ ലെക്ചർ നോട്ടുകളൊക്കെ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ദെൻ ഒറിജിൻ ആൻഡ് ഗ്രോത്ത് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഇതൊരു വേൾഡ് അല്ലെങ്കിൽ ഇന്ത്യൻ സിനാരിയോയിലുള്ള ഒരു ഒറിജിൻ തന്നെയാണ്. നമ്മൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് എങ്ങനെയാണ് എവല്യൂട്ട് ചെയ്ത് വന്നതെന്നുള്ളതാണ് ഈ ഒറിജിനിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് ഒറിജിനിൽ പറയുന്നത്, ഓർഗനൈസ്ഡ് എഫേർട്ട് ഫോർ പ്രൊവൈഡിങ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ വാസ് ബിഗൺ ഏർലി ആസ് 1914. 1914 എന്ത് ചെയ്യുന്നത്? എവല്യൂട്ട് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് 1914 ഇൻ മദ്രാസ് റോയൽ കമ്മീഷൻ ആൻഡ് ML ഡാർലിംഗ് കമ്മിറ്റി. അതായത് രണ്ട് കമ്മിറ്റികൾ കൂടിയിട്ടാണ്, മദ്രാസ് റോയൽ കമ്മീഷനും ഡാർലിംഗ് കമ്മിറ്റിയും ആണ് ഇതിൻ്റെ പിയോണിയേഴ്സ് മീൻസ് ഇതിൻ്റെ കണ്ടുപിടുത്തക്കാർ. ടു ഇംപ്ലിമെൻറ്റ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ വരുന്നത് 1914. നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് ഒറിജിനായിട്ട് പഠിക്കാനുള്ളത്. സെക്കൻഡ് ഒറിജിന്, റോയൽ കമ്മീഷൻ മെയ്ഡ് സം concerning specific recommendation for implementing education training program on cooperation.
അപ്പോൾ റോയൽ കമ്മീഷന് 1914 ശേഷം ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് റോയൽ കമ്മീഷൻ സർട്ടൻ സ്പെസിഫിക് റെക്കമെൻഡേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്തു. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതിൽ പറയുന്നുണ്ട് ഡാർലിംഗ് കമ്മിറ്റി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് there should be a training program for trainers, namely instructors and teachers. ഫസ്റ്റ് ഡാർലിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തത് എന്താണ്? ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണം. ആർക്കൊക്കെ വേണ്ടിയിട്ട്? ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത് ടീച്ചേഴ്സിനെ പോലെ തന്നെയാണ്, ഇതിനെ ഗൈഡ് ചെയ്യുന്ന ആളാണ്. ഇൻസ്ട്രക്ടേഴ്സിനും ടീച്ചേഴ്സിനും ട്രെയിനിങ് കൊടുക്കണം. ഏതിൻ്റെ ട്രെയിനിങ്? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് കൊടുക്കണം. ട്രെയിനിങ് പ്രോഗ്രാം ഫോർ പേഴ്സണൽ ഫോർ ദി കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള വ്യക്തികൾക്ക് കൂടി എന്ത് ചെയ്യണം? ട്രെയിനിങ് എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നാണ്. പേഴ്സണൽ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണം. അതിലൂടെ അവരുടെ ക്വാളിറ്റീസ് ഇൻക്രീസ് ചെയ്യണം. അതും നമ്മളുടെ ഡാർലിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ്. ആൻഡ് തേർഡ്ലി ട്രെയിനിങ് ഫോർ എംപ്ലോയീസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള എംപ്ലോയീസിന്, തൊഴിലാളികൾക്ക് കൂടി ട്രെയിനിങ് കൊടുക്കാനും നമ്മളെ ഡാർലിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തു. അത്രയാണ് ഡാർലിംഗ് കമ്മിറ്റിയുടെ ശുപാർശ. അതിനുശേഷം 1951 ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഇൻട്രൊഡ്യൂസ്ഡ് സം റെക്കമെൻഡേഷൻ ആർ. 1951 ശേഷം റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഫോം ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് ചില റെക്കമെൻഡേഷൻസ് വരികയും ചെയ്തു. അതൊക്കെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രെയിനീസിനെ ഡിഫറെൻറ്റ് ക്ലാസ്സായിട്ട് ക്ലാസിഫൈ ചെയ്തു. അപ്ഗ്രഡേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ഇൻ പ്യൂനെ, അതായത് നിലവിലുള്ള സെൻറ്റർ പ്യൂനെയിലേക്ക് എന്ത് ചെയ്തു? അപ്ഗ്രഡേഷൻ ചെയ്തു. ദെൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് റീജിയണൽ സെൻറ്റേഴ്സിനെ എന്ത് ചെയ്തു? ഒരു റീജിയണൽ സെൻറ്റേഴ്സ്, അതായത് ഒരു സ്റ്റേറ്റിനകത്ത് തന്നെ ഡിഫറെൻറ്റ് സെൻറ്റേഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. അത്തരം കാര്യങ്ങളാണ് നമ്മളുടെ 1951 റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ്. അതിനുശേഷം 1960 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെറ്റപ്പ് എ സ്റ്റഡി ടീം ടു കണ്ടക്ട് ഡീറ്റെയിൽഡ് സ്റ്റഡി. 1960 ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി കണ്ടക്ട് ചെയ്യാൻ നമ്മളുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു? ആഹ്വാനം ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് 1973 സ്വാമിനാഥൻ വാസ് ദി ചെയർമാൻ ഓഫ് NCUI എന്ന് പറയുന്നത് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ്. ഇറ്റ് വിൽ ബി ഗിവൺ സം റെക്കമെൻഡേഷൻ ദെയർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം ഷുഡ് ബി സെപ്പറേറ്റഡ്. അവിടെ എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും സെപ്പറേറ്റഡ് ആക്കി എന്നുള്ളത് 1973 സ്വാമിനാഥൻ കമ്മിറ്റിയാണ് ചെയർമാനായിട്ടുള്ള കമ്മിറ്റി. NCUI എന്ത് ചെയ്തു? എഡ്യൂക്കേഷൻ ട്രെയിനിങ് പ്രോഗ്രാം ഷുഡ് ബി സെപ്പറേറ്റഡ്, എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും ഡിഫറെൻ്റ് ആക്കി. ദെൻ ഫോംഡ് ടു NCCT, നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത്. ഒറിജിൻ ആൻഡ് ഗ്രോത്ത് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ നമ്പർ 5 ആണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഓക്കെ, അതിൽ നമ്മൾ ഫസ്റ്റ് മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ നോക്കി, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഡിസ്കസ് ചെയ്തു. ദെൻ അതിനുശേഷം നമ്മൾ ഒറിജിൻ ആൻഡ് ഗ്രോത്ത് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത്, അതായത് ലാസ്റ്റ് റെക്കമെൻഡേഷനിൽ എന്താണ്? 1973 സ്വാമിനാഥൻ കമ്മിറ്റി എന്ത് ചെയ്തു? NCCT ഫോം ചെയ്തു അല്ലേ. ഈ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്തിനാണ് ഫോം ചെയ്തത്? അതായത് ട്രെയിനിങ്ങിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. അവിടെ ട്രെയിനിങ്ങും എഡ്യൂക്കേഷൻ സെപ്പറേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഹെഡിങ് എല്ലാവരും കൊടുക്കുക, NCCT, നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് പെർ ദി റെക്കമെൻഡേഷൻ ഓഫ് സ്വാമിനാഥൻ കമ്മിറ്റി ഓൺ ജൂലൈ 1976. 1976 ജൂലൈയിൽ സ്വാമിനാഥൻ കമ്മിറ്റിയുടെ റെക്കമെൻഡ് പ്രകാരമാണ് NCCT എന്ത് ചെയ്യുന്നത്? എസ്റ്റാബ്ലിഷ്ഡ് ചെയ്യുന്നത്. NCCT ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് ദി അറേഞ്ച്മെൻറ്റ് ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഫോർ ദി എംപ്ലോയീസ് ആൻഡ് പേഴ്സണൽ വർക്കിംഗ് ഇൻ കോപ്പറേറ്റീവ് സെക്ടർ ഇൻ ദി കൺട്രി. അതായത് നമ്മളുടെ രാജ്യത്ത് കോപ്പറേറ്റീവ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ ഓർഗനൈസ് ചെയ്യാനും അവരുടെ ട്രെയിനിങ് ഓർഗനൈസ് ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും വേണ്ടിയാണ് NCCT ഫോം ചെയ്തത്. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് NCCTയുടെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക, ഫങ്ഷൻ ഓഫ് NCCT. ഓക്കെ, NCCTയുടെ ഫങ്ഷനാണ്
നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ്സ് ട്രെയിനിങ് ആണ്. ടു ഫോർമുലേറ്റ് ഓവറോൾ പോളിസീസ് ആൻഡ് പ്ലാൻസ് റിലേറ്റിംഗ് കോപ്പറേറ്റീവ് ട്രെയിനിങ്. എങ്ങനെയാണ് കോപ്പറേറ്റീവ് ട്രെയിനിങ് കൊടുക്കേണ്ടത് എന്നത് വേണ്ടിയിട്ടുള്ള ഒരു ഫോർമുലേറ്റ് ഓവറോൾ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, ടു അറേഞ്ച് ട്രെയിനിങ് ഓഫ് ടീച്ചിങ് സ്റ്റാഫ് ഓഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടീച്ചിങ് സ്റ്റാഫിനുള്ള ട്രെയിനിങ് അറേഞ്ച് ചെയ്യാനും NCCT എയിം ചെയ്യുന്നു ആൻഡ് ഫങ്ഷൻ ചെയ്യുന്നു. ടു ഓർഗനൈസ് ആൻഡ് ഡയറക്റ്റിംഗ് അറേഞ്ച്മെൻറ്റ് റിഗാർഡിംഗ് ടു ദി പേഴ്സണൽ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളെ ഓർഗനൈസ് ചെയ്യാനും ഡയറക്റ്റ് ദി അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനും ഫങ്ഷനിങ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സ്ട്രെങ്തനിങ് ദി മാനേജീരിയൽ സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ മാനേജീരിയൽ സ്ട്രെങ്തനിങ് ചെയ്യാനും NCCT ഫങ്ഷനിങ് ചെയ്യുന്നു. ഇത്രയാണ് NCCTയുടെ ഫങ്ഷന്. ഒന്നുകൂടി പറഞ്ഞു പോവാം. ഓക്കെ, ഒന്നുകൂടിയും പറഞ്ഞു പോവാം. എനിവേ, ഫങ്ഷൻ ഓഫ് NCCT ആണ്. ഫസ്റ്റ് ഫങ്ഷൻ ഫോർമുലേറ്റ് ഓവറോൾ പോളിസീസ് ആൻഡ് പ്ലാൻസ് റിലേറ്റിംഗ് ടു കോപ്പറേറ്റീവ് ട്രെയിനിങ് ആണ്. ഓക്കെ. സെക്കൻഡ് വൺ, ടു അറേഞ്ച് ട്രെയിനിങ് ഓഫ് ടീച്ചിങ് സ്റ്റാഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. Then third one, to organize directing arrangement regarding to the personnel of cooperative department. And finally, strengthening the managerial structure of cooperatives. Okay, clear ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. NCCTയുടെ ട്രെയിനിങ് സ്ട്രക്ചർ ആണ് കേട്ടോ. NCCT എപ്പോഴും എക്സാമിനേഷൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മാർക്ക് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് NCCT. ഓക്കെ, NCCTയുടെ ട്രെയിനിങ് സ്ട്രക്ചർ ആണ് ഇവിടെ പറയുന്നത്. ദേ ഹാവ് 3 ടയർ സ്ട്രക്ചർ, അതായത് 3 വഴിയിലൂടെ ഒരു 3 ടയർ സ്ട്രക്ചറാണ് NCCTക്ക് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ വാമിൻകോം അറ്റ് അപെക്സ് ലെവലും, ദെൻ സെക്കൻഡ് വൺ ICM ഫോർ മിഡിൽ ലെവലും, ആൻഡ് തേർഡ് വൺ സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻ്റർ ആണ് കേട്ടോ. വാമിൻകോം എന്ന് പറയുന്ന വൈഗുൺ മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ആണ്. ICM എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ആണ്. ആൻഡ് തേർഡ് വൺ സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻ്റർ ആണ്. ഇത്രയാണ് ഇതിൻ്റെ ഒരു 3 ടയർ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് സ്ട്രക്ചർ? ദെൻ ഫസ്റ്റ് വൺ വാമിൻകോം അറ്റ് അപെക്സ് ലെവൽ, ദെൻ ICM അറ്റ് മിഡിൽ ലെവൽ, സബോർഡിനേറ്റ് ഓഫ് ട്രെയിനിങ് സെൻറ്റർ. അതായത് ലോ ലെവലായിട്ട് സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റർ കൂടി ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ നമുക്ക് ഡിസ്കസ് ചെയ്യാം. NCCTയുടെ ഫസ്റ്റ് ടയർ സ്ട്രക്ചറാണ് വാമിൻകോം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. എന്താണ് വാമിൻകോം? ഒരു വാമിൻകോം എന്ന് പറയുന്നത് വൈഗുൺ മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻ്റ് ആണ്. വൈഗുൺ മേത്ത എന്ന് പറയുന്നത് ഇതിൻ്റെ ചെയർമാൻ ആയിരുന്നു. ചെയർമാൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് ആൻ അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ വാസ് സെറ്റപ്പ് ഇൻ ഏപ്രിൽ 1966. 1966 വാമിൻകോം എന്ത് ചെയ്യുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് ചെയ്യുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റ് പൂനെയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. അറ്റ് പ്രസൻറ്റ് വാമിൻകോം ഈസ് കണ്ടക്ടിങ് അബൌട്ട് 70 കോഴ്സസ് ഇൻക്ലൂഡിംഗ് PG ഡിപ്ലോമ കോഴ്സ് ഇൻ കോപ്പറേറ്റീവ് ബിസിനസ് മാനേജ്മെൻറ്റ് വിത്ത് എ ഡ്യൂറേഷൻ ഓഫ് 38 വീക്സ്. 38 വീക്സിലുള്ള ഡിപ്ലോമ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഏകദേശം 70 കോഴ്സ്, 70ഓളം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതിൽ ഡിപ്ലോമ കോഴ്സ് PG ഡിപ്ലോമ കോഴ്സാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള കോഴ്സ്. ഇറ്റ് ഈസ് ആൾസോ അഡാപ്റ്റിംഗ് ഇന്നോവേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസ്. ആൾസോ വാമിൻകോം ഇന്നോവേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് വൺ ICM ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആണെങ്കിൽ അഡീഷണൽ ആയിട്ട് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് കോഴ്സുകൾ ചെയ്യാം കേട്ടോ. നമുക്കിവിടെ മലപ്പുറത്ത് തന്നെ സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്, കോപ്പറേറ്റീവ് സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, ഓൾറെഡി നിങ്ങൾ കോപ്പറേഷൻ സ്പെഷ്യലൈസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എനിവേ നിങ്ങൾക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി സാധ്യതയുള്ള മേഖല തന്നെയാണ് കോപ്പറേഷന്. അപ്പോൾ സെക്കൻഡ് NCCT ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ICM, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻ്റ് ആണ്. ICM പ്രോപ്പർലി നോൺ ആസ് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് അണ്ടർ ദി കൺട്രോൾ ഓഫ് NCCTയുള്ള കൺട്രോളുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇറ്റ് പ്രൊവൈഡ്സ് ട്രെയിനിങ് ഫെസിലിറ്റീസ് മിഡിൽ ലെവൽ പേഴ്സണൽസ്. ഇറ്റ് പ്രൊവൈഡ് ഡിഫറെൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാംസ്. ആൾസോ പ്രൊവൈഡ് HDC ഹയർ ഡിപ്ലോമ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ICM എന്ന് പറയുന്നത് ഒരു NCCTയുടെ ഒരു കൺട്രോൾ ഉള്ളതാണ്. പ്രൊവൈഡ് ട്രെയിനിങ് ഫെസിലിറ്റി ഓഫ് മിഡിൽ ലെവൽ പേഴ്സൺ ആണ്. ഒരു കമ്പനിയുടെ മിഡിൽ ലെവൽ പേഴ്സൺസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ICM പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് കൊടുക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ് ഡിഫറെൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാംസ് ലൈക്ക് എന്താണ് HDC കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നമുക്കതിൽ ലാസ്റ്റ് വൺ സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻ്റർ ആണ്. ഇവിടെ സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റർ, ദീസ് ആർ ദി ലോവസ്റ്റ് ലെവൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ദി കോപ്പറേറ്റീവ് സെറ്റപ്പ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള കോപ്പറേറ്റീവ് സെറ്റപ്പിൽ ലോവർ ലെവൽ എംപ്ലോയീസിന് കൊടുക്കുന്നതാണ് കേട്ടോ, ലോവസ്റ്റ് ലെവലിൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കൊടുക്കുന്നതാണ്. ദെൻ ഇറ്റ് ആർ പ്രൊവൈഡ് ട്രെയിനിങ് ഫെസിലിറ്റി ടു ദി ലോവർ ലെവൽ പേഴ്സണൽസ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ദേ ആർ 93 സബോർഡിനേറ്റ് ജോയിൻറ്റ്
കോപ്പറേറ്റീവ് സെൻറ്റേഴ്സ് JCT സെൻറ്റേഴ്സ് ഇൻ ദി കൺട്രി. ഇത്രയാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ചെയ്യാനുള്ളത്. നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്? നമ്മളത് ഡിസ്കസ് ചെയ്തത് സിമ്പിളായിട്ട് ഒന്നുകൂടി പോവാം. ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഇതിനൊരു ചെറിയ പോർഷൻ മാത്രമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ചെറിയൊരു പോയിൻ്റ് മാത്രമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെച്ച് പോവാം. ഫസ്റ്റ് നമ്മൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, എന്താണ് എഡ്യൂക്കേഷൻ നോക്കി. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ സോൾ വിത്തൗട്ട് എഡ്യൂക്കേഷൻ ലൈക്ക് മാർബിൾ വിത്ത് കോറി. ഞാൻ പറഞ്ഞതാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇമ്പാർട്ടിങ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് പീപ്പിൾ മേ ബി ടേംഡ് ആസ് എ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സ് വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ദി ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റീസിലൂടെ എംപ്ലോയീസിൻ്റെ സ്ട്രെങ്തനിങ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന്. ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഓൾസോ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇറ്റ് ഈസ് ദി യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആണ്. ഇറ്റ് ആർ കോറിലേറ്റഡ് ആണ്, ഇൻഡിപെൻഡൻ്റ് ആണ്, ഇവൻച്വലി ഡിപ്പെൻഡ് ഓൺ ജനറൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് മെമ്പേഴ്സ്. ഇറ്റ് എസെൻഷ്യലി പ്രോപ്പർ ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി. ഒറിജിൻ എന്ന് പറഞ്ഞാൽ 1914 നമ്മളുടെ മദ്രാസ് റോയൽ കമ്മീഷനും ദെൻ ഡാർലിംഗ് കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് 1914 എവല്യൂട്ട് ചെയ്യുന്നു. റോയൽ കമ്മീഷന് സെർട്ടൻ റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നു. അവിടെ റോയൽ കമ്മീഷന് ട്രെയിനേഴ്സിനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാംസ് ട്രെയിനേഴ്സിന് ആസൂത്രണം ചെയ്യുന്നു. ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ പേഴ്സണൽ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്സിലെ പേഴ്സൺസിന് വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്നു. ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് കൊടുക്കുന്നു. 1959 റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയിലൂടെ സം റിക്കമെൻഡേഷൻ വരുന്നു. അവിടെ ട്രെയിനീസിനെ ഡിഫറൻ്റ് ആയിട്ട് ക്ലാസ് ചെയ്യുന്നു. A ഗ്രേഡ്, B ഗ്രേഡ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷനുള്ള ട്രെയിനീസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. അപ്ഗ്രഡേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ട്രെയിനീസിനെ അപ്ഗ്രഡേഷൻ ചെയ്യുന്നു. ദെൻ ട്രെയിനിങ് സെൻറ്റർ പൂനെയിലേക്ക് അപ്ഗ്രഡേഷൻ ചെയ്യുന്നു. എസ്റ്റാബ്ലിഷ്മെൻറ്റ് റീജിയണൽ സെൻറ്റേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. 1960 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെറ്റപ്പ് എ സ്റ്റഡി ടീം ഡീറ്റെയിൽഡ് സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നു. 1973 സ്വാമിനാഥൻ കമ്മിറ്റി ചെയർമാനായിട്ടുള്ള NCUI ഫോം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ NCUIനെ NCCT ആയിട്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, ദെൻ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് NCCT, നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ആണ്. 1976 ഫോം ചെയ്യുന്നു. ദെൻ അതിൻ്റെ ഫങ്ഷൻസ് നമ്മൾ നോക്കി. ഫോർമുലേറ്റ് ദി ആൾ പോളിസി പ്ലാൻസ് റിലേറ്റഡ് ടു ട്രെയിനിങ് ആൻഡ് അറേഞ്ചിങ് ട്രെയിനിങ് ഓഫ് ടീച്ചിങ് സ്റ്റാഫ് ഓഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓർഗനൈസ് ഡയറക്റ്റ് അറേഞ്ച്മെൻറ്റ്. NCCയുടെ ട്രെയിനിങ് അറേഞ്ച്മെൻറ്റ് കൂടി നമ്മൾ നോക്കി. ഒരു 3 ടയർ സ്ട്രക്ചറാണുള്ളത്. വാമിൻകോ അറ്റ് അപെക്സ് ലെവലും, ICM ഫോർ മിഡിൽ ലെവലും, സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റർ ഫോർ ദി ലോവർ ലെവലും ആയിട്ടാണ്. അതിൽ ഫസ്റ്റ് വൺ വാമിൻകോ എന്ന് വൈഗുൻ മേത്തഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ആണ്. ICM എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ആണ്. ആൻഡ് സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ആഫ്റ്റർ ദി ക്ലാസ് ഗിവൺ ദി നോട്ട്സ്. ഓക്കെ, ഒരു സെക്ഷൻ കഴിയുമ്പോഴേക്കും അടുത്ത സെക്ഷൻ ആകുമ്പോഴേക്കും നിങ്ങൾ പ്രോപ്പറായിട്ട് നോട്ട് ഫോളോ ചെയ്യുക കേട്ടോ. ബോയ്സ് കുറേ പേര് നോട്ട്സ് എഴുതുന്നതിൽ ബാക്കപ്പാണ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകം പറയുകയാണ്. നോട്ട് എഴുതിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ടു യുവർ ഇൻറ്റേർണൽ മാർക്സ്. അത് നിങ്ങളെ ഇൻറ്റേർണൽ മാർക്കിനെ ബാധിക്കും. ഒരു അറ്റൻഡൻസ് പറഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഇൻറ്റേർണൽ മാർക്ക് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ക്ലാസ് കേൾക്കുക, അതോടൊപ്പം തന്നെ നോട്ട് എഴുതുക എന്നുള്ളതാണ്. ആസ് എ സ്റ്റുഡൻറ്റ് ഈസ് കൺസേൺസ് യുവർ ഡ്യൂട്ടി ഈസ് ടു ലിസൺ ദി ക്ലാസ്സസ് ആൻഡ് ടു റൈറ്റ് ഇസ് നോട്ട്സ് അറ്റ് പ്രോപ്പർ ടൈം. ഓക്കെ, നിങ്ങൾ നോട്ട് എഴുതുന്നത് പ്രോപ്പറായിട്ട് ഞാൻ വാല്യൂ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ആരൊക്കെയാണ് ഫെയിൽ എന്നുള്ളത് ആരൊക്കെയാണ് എഴുതാത്തതെന്നുള്ള അറിയിക്കാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് എഴുതാത്തവർക്ക് അറിയാം ആരൊക്കെയാണ്. ഞാൻ എപ്പോഴും അത് റിപ്പീറ്റ് ചെയ്യാത്തത് നമ്മൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ഒരു ലിങ്ക് വിട്ടു പോകണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഓക്കെ, ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഓൾ to listen me, and to that today we are discussing about the chapter number 5. okay, cooperative education and training. കുറച്ച് വലിയ ചാപ്റ്റർ ആണ്, നമുക്ക് കുറച്ച് പഠിക്കാം. ഓക്കെ, then signing off. Thank you for all.